ഇപ്പോൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ലേസർ ചികിത്സ. ത്വക് രോഗങ്ങൾക്കും മറ്റു മെഡിക്കൽ മേഖലകളിലും ലേസർ ചികിത്സ വളരെ മികവുറ്റ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദന്താരോഗ്യ മേഖലയിലും ചെറിയ സർജറികൾ ഉൾപ്പെടെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. ലേസർ എന്നാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. എന്നാൽ ഇതിൽ ഹാനികരമായ റേഡിയേഷൻസ് ഉണ്ടാകുന്നില്ല. ലൈറ്റ് അഥവാ പ്രകാശരശ്മികളെ പ്രത്യേക വേവ് ലെങ്തിൽ ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ലേസർ തട്ടുന്ന പ്രതലം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ചികിത്സയുടെ ആധാരം. ഓരോ തവണയും ചികിത്സയ്ക്കാവശ്യമായ രീതിയിൽ സ്പെഷ്യലിസ്റ്റ് ലേസർ രശ്മികളെ ചികിത്സ ചെയ്യുന്ന സൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇൻസിഷൻ, അബ്ലേഷൻ, ബയോമോഡുലേഷൻ അങ്ങനെ ഏതു തരത്തിലാണ് ചികിത്സ ആവശ്യം അതുപോലെ തീരുമാനിച്ചതിനു ശേഷം മാത്രം ചികിത്സ തുടങ്ങുന്നു. ലേസർ ചികിത്സയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലീഡിംഗ് കുറവായിരിക്കും എന്നതാണ് പ്രധാന ഗുണം. പലപ്പോഴും രക്തം കാണുമ്പോഴുള്ള ഭയം കാരണം ദന്തചികിത്സയും ചെറിയ സർജറികളും ഒഴിവാക്കുന്ന രോഗികളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഈ ലേസർ ചികിത്സ കൂടുതൽ ഉപകാരപ്പെടും. ചില സാഹചര്യങ്ങൾ ഒഴികെ ഇഞ്ചക്ഷൻ വെച്ചു തരിപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യവും ലേസർ സർജറിയിൽ ഇല്ല. പൊതുവെ വേദനരഹിതമാണ് ലേസർ ചികിത്സ. ചികിത്സകൾ കഴിഞ്ഞുള്ള കാലയളവിലും രോഗികൾക്ക് നീരുവെക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറവാണ് ഉണ്ടാകാറുള്ളത്. സ്റ്റിച്ച് ഇടേണ്ട ആവശ്യവും വരാറില്ല. ദന്താരോഗ്യ മേഖലയിലെ സർജറികൾ ഉൾപ്പെടെയുള്ള പല പ്രൊസീജിയേഴ്സും വളരെ മികവുറ്റ രീതിയിൽ ലേസർ ചികിത്സ ഉപയോഗിച്ചു ചെയ്യാൻ സാധിക്കുന്നു. എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യാം എന്ന് നോക്കാം. ദശ മുറിച്ചു മാറ്റുക അഥവാ ഫ്രീനെക്ടമി, നാവിനെ താടിയെല്ലിലേക്ക് ബന്ധിപ്പിക്കുന്ന ദശ റിലീവ് ചെയ്യാൻ അതായത് ടങ് ടൈ കറക്ഷൻ, വായ്ക്കകത്തുണ്ടാകുന്ന ചെറിയ മുഴകൾ മുറിച്ചുമാറ്റൽ എന്നിവ ബ്ലേഡിനു പകരം ലേസർ ഉപയോഗിച്ചു ചെയ്യാം. മോണയുടെ നിറം മാറ്റുന്നത് അതായത് ഡീപിഗ്മെന്റേഷൻ ആണ് മറ്റൊരു ലേസർ ചികിത്സ. മോണയുടെ മെലാനിൻ അടങ്ങിയ ലെയർ ലേസർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. സ്മൈൽ ഡിസൈനിങ്ങിന്റെ ഭാഗമായി മോണ കട്ട് ചെയ്യുന്നത് അഥവാ ക്രൗൺ ലെങ്തനിങ് എന്നിങ്ങനെയുള്ള സർജറികൾക്ക് ലേസർ ഗുണകരമാണ്. പ്രത്യേകിച്ചും ബ്ലീഡിംഗ് അധികം ഉണ്ടാകാൻ സാധ്യതയുള്ള നാവിലെ ദശകൾ നീക്കം ചെയ്യാൻ മികച്ചത് ലേസർ ചികിത്സയാണ്. മറ്റൊരു പ്രധാന ഉപയോഗം മോണരോഗത്തിന്റെ ചികിത്സയിലാണ്. വളരെ സിവിയർ അല്ലാത്ത രോഗികളിൽ മോണ തുറന്നുള്ള ഫ്ലാപ്പ് സർജറിക്കു പകരം ലേസർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നു. മോണരോഗമുള്ള പല്ലിന് ചുറ്റുമുള്ള ഇൻഫെക്ഷൻ നീക്കാനും അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും ലേസർ ചികിത്സ അഭികാമ്യമാണ്. താടിയെല്ലുകളെ തലയോട്ടിയിലേക്ക് ഘടിപ്പിക്കുന്ന ജോയിന്റ് അതായത് TMJ, അവിടെ ഉണ്ടാകുന്ന വേദന അതല്ലെങ്കിൽ വായ്പുണ്ണ്, വായിലെ വെളുത്ത പാടുകൾ ഇങ്ങനെയുള്ളവർക്കും ലേസർ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. പല്ലിന്റെ നിറം മാറ്റാൻ അതായത് ടീത്ത് വൈറ്റനിങ് ലേസർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാധാരണ ടീത്ത് വൈറ്റനിങ്ങിനേക്കാളും ഷെയ്ഡ് വ്യത്യാസമുണ്ടാകുന്നു. പ്രമേഹം പോലെ വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നവർക്കും ലേസർ ചികിത്സ കൂടുതൽ ഗുണം ചെയ്യുന്നു. ലേസർ ചികിത്സ ചെയ്യുമ്പോൾ കണ്ണുകളിലേക്ക് രശ്മികൾ നേരിട്ട് പതിക്കാതെ ശ്രദ്ധിക്കണം. കണ്ണുകളെ സംരക്ഷിക്കാനുള്ള കണ്ണടകൾ ചികിത്സ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും നഴ്സും രോഗിയും നിർബന്ധമായും ധരിക്കേണ്ടതാണ്. ലേസർ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല. പലരിലും പല തെറ്റിദ്ധാരണകളും ഈ ചികിത്സാ രീതിയെക്കുറിച്ചുണ്ടെങ്കിലും വളരെ സുരക്ഷിതമായ ഒരു ചികിത്സാ രീതിയാണ് ലേസർ.